സദ്യക്ക് വിളമ്പുന്ന ഇഞ്ചി കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വറുത്ത് കോരി എടുത്തിരിക്കുന്ന നല്ലെണ്ണ തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം നന്നായി പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. പൊടിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതിനായി ഉലുവയും കടുകും വറുത്ത് പൊടിച്ച പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതിനോടൊപ്പം തന്നെ നാടൻ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചെറു തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇനി കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് 5 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.